ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പ്രദേശമാണ് ബർമുഡ ത്രികോണം അഥവാ ബർമുഡ ട്രയാങ്കിൾ. ബർമുഡ, പോർട്ടോറിക്കോ, ഫ്ലോറിഡ മുനമ്പ് എന്നീ പ്രദേശങ്ങൾ കോണുകളാക്കിയുള്ള സാങ്കല്പിക ത്രികോണത്തിനുള്ളിലുള്ള പ്രദേശമാണ് ഇപ്രകാരം അറിയുന്നത്. ഏതാണ്ട് 3,90,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഈ പ്രദേശത്തിന്. ഇവിടെ പല കപ്പലുകളും വിമാനങ്ങളും നിഗൂഢ സാഹചര്യങ്ങളിൽ അപ്രത്യക്ഷമായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ മിക്കവയും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് എന്നും പറയുന്നു. അപ്രത്യക്ഷമാകാൻ സാധ്യതയുള്ള പ്രദേശമെന്ന ആശയം 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഉയർന്നു വന്നു. എന്നാൽ മിക്ക പ്രശസ്ത സ്രോതസ്സുകളും എന്തെങ്കിലും ദുരൂഹതയുണ്ടെന്ന ആശയം തള്ളിക്കളയുന്നു. അവകാശവാദങ്ങൾ. കപ്പലുകൾ, മുങ്ങിക്കപ്പലുകൾ, വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ എന്നു വേണ്ട ബർമുഡ ട്രയാങ്കിൾ എന്ന ദുരൂഹമായ കടൽപ്പരപ്പിന് മുകളിൽ പറന്നതും ഒഴുകിയതും സഞ്ചരിച്ചതും എല്ലാം ഇന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ കാണാതായി. വടക്കേ അമേരിക്കയുടെ ഫ്ലോറിഡ തീരത്തു നിന്ന് തെക്കോട്ട് ക്യൂബ, പ്ലൂട്ടോറിക്കോ, ബർമുഡ ദ്വീപുകൾ എന്നിവയുടെ മധ്യത്തിലായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പരന്നു കിടക്കുന്ന ഈ പ്രദേശത്ത് അറിഞ്ഞതും അറിയാതെ പോയതുമായ നിരവധി കപ്പലുകൾ ഒളിഞ്ഞുകിടക്കുന്നു. കണ്ടുകിട്ടിയവയിൽ അപകടങ്ങളുടെ യാതൊരു തുമ്പുകളും അവശേഷിച്ചിട്ടുമില്ല. ഇങ്ങനൊരു ഭീകര പ്രദേശത്തിൻ്റെ വിവരണം മാനവരാശിക്ക് ആദ്യമായി ലഭിച്ചത് അമേരിക്കൻ തീരത്തിന് സമീപമുള്ള ബഹാമാസ് ദ്വീപിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ യാത്രാനുഭവങ്ങളിൽ കൂടിയാണ്. ആ പ്രദേശത്തു കൂടി പോയപ്പോൾ തീഗോളങ്ങൾ കടലിൽ വീഴുന്നത് കണ്ടുവെന്നും വടക്കുനോക്കി യന്ത്രത്തിൻ്റെ സൂചികകൾ ദിക്കറിയാതെ വട്ടം കറങ്ങിയെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പിന്നീട് 20-ാം നൂറ്റാണ്ട് വരെ ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു രേഖകളും ലഭിച്ചിരുന്നില്ല. അതേസമയം 1918 മാർച്ചിൽ അമേരിക്കൻ നേവിയുടെ USS സൈക്ലോപ്പസ് എന്ന 542 അടി നീളമുള്ള ചരക്കു കപ്പൽ ഈ പ്രദേശത്ത് കാണാതാകുന്ന സമയത്ത് ഈ കപ്പലിൽ 300ഓളം ജീവനക്കാരും ഏതാണ്ട് 10,000 ടൺ മാംഗനീസും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെന്തു സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലായില്ല. ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും പിന്നീട് ലഭിച്ചിട്ടുമില്ല. ഫ്ലൈറ്റ് 19 എന്ന വിമാനത്തിൻ്റെ തിരോധാനമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ദുരൂഹമായ സംഭവം. ഇതിനെ തിരഞ്ഞുപോയ അമേരിക്കയുടെ 5 ബോംബർ വിമാനങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായതോടെയാണ് ഈ നിഗൂഢതയെക്കുറിച്ച് ലോകമറിയുന്നത്. വിമാനത്തെ അന്വേഷിച്ചയച്ച വിമാനങ്ങളും കാണാതായി. സംഭവത്തിൽ 27 പേരും 6 വിമാനങ്ങളും പിന്നീട് തിരിച്ചു വന്നില്ല. 1945 ഡിസംബർ 5-നാണ് സംഭവം. കഴിഞ്ഞ 100 വർഷത്തിനിടയ്ക്ക് ഏകദേശം 1000-ഓളം ജീവനുകൾ ബർമുഡ ത്രികോണം എടുത്തിട്ടുണ്ട്. എല്ലാം നിഗൂഢ കാരണങ്ങളാലല്ല കാണാതായത്. എങ്കിലും കടൽയാത്ര സുഖകരമായ പ്രദേശമല്ല ഈ ഭാഗമെന്ന് തെളിയിക്കുന്നു. ബർമുഡ ത്രികോണത്തിൻ്റെ ഭാഗം, വ്യാപ്തി ഇവയൊന്നും കൃത്യമായി ആർക്കും അറിയില്ല എന്നതാണ് ഏറ്റവും രസകരം. ബർമുഡ ട്രയാങ്കിൾ ബർമുഡ, ഫ്ലോറിഡ, പ്ലൂട്ടോറിക്കോ എന്നീ ദ്വീപുകൾക്കിടയിലെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് വ്യക്തമായി ആർക്കും അറിയില്ല. ബർമുഡയുടെ അഗാധതയിൽ ആഴ്ന്നുപോയ കപ്പലുകളും വിമാനങ്ങളും എത്രയൊന്നും ആർക്കും അറിയില്ല. പായ്ക്കപ്പലുകൾ മുതൽ അത്യാധുനിക യുദ്ധക്കപ്പലുകളും ആണവശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലും ആധുനിക വിമാനങ്ങളും വരെ അവയിൽപ്പെടും. കാരണം എന്തെന്ന് ആർക്കും വ്യക്തമല്ല. ഒരു കാര്യം എല്ലാവർക്കും അറിയാം: വിജനത തളം കെട്ടിയ ഈ ജലഭാഗം വളരെ അപകടകാരിയാണ് എന്നത്. ഇതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ പറഞ്ഞ പ്രകാരം ആ ഭാഗത്ത് അകപ്പെട്ടാൽ വടക്കുനോക്കി യന്ത്രവും മറ്റു ഉപകരണങ്ങളും പ്രവർത്തനരഹിതമാവുകയും തങ്ങൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. അമ്പരിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ ഇടയ്ക്കിടെ കണ്ടെത്തുന്ന ആളില്ലാത്ത പ്രേതക്കപ്പലുകളാണ്. പല നാവികരും ഇത്തരം കപ്പലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യവാസമില്ലാതെ, യന്ത്രങ്ങളുടെ മുരൾച്ചയില്ലാതെ രാത്രിയും പകലും ഇവ ഇങ്ങനെ ഒഴുകി നടക്കും. കടലിൽ അലഞ്ഞു തിരിയുന്ന ഇത്തരം കപ്പലുകൾ കടൽ യാത്രക്കാർക്ക് പേടി സ്വപ്നമാണ്. ഇവയെ മങ്ങിയ വെളിച്ചത്തിൽ മറ്റു കപ്പലുകളിൽ നിന്ന് നോക്കിയാൽ ഭീമാകാരങ്ങളായ രാക്ഷസ രൂപങ്ങളായി തോന്നുമത്രേ. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന അവ ബോട്ടുകളുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട്. 1935 ഇങ്ങനെ കണ്ടെത്തിയ പ്രേതക്കപ്പലാണ് ലാ ദഹാമ. ഇതേപോലെ തന്നെ 1872 മേരി സെലസ്റ്റി എന്നൊരു കപ്പലിനെയും 1955 കൊനെമാറ എന്ന കപ്പലിനെയും കണ്ടെത്തിയിരുന്നു. 1921 കണ്ടെത്തിയ 5 പായ്മരങ്ങളുള്ള കരോൾ ഡിയറിംഗ് എന്ന കപ്പലിൽ കോസ്റ്റ് ഗാർഡ് പരിശോധന നടത്തിയപ്പോൾ മനുഷ്യർ ആരുമില്ലാതെ ശൂന്യവും നിശബ്ദവുമായിരുന്നു അതിൻ്റെ ഉൾവശം മുഴുവൻ. ഒരു പൂച്ചക്കുട്ടി മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭക്ഷണമേശയിൽ അവശിഷ്ടങ്ങൾ പാത്രങ്ങളിലിരിക്കുന്നു. ഇന്നത്തെ അത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളും റഡാറും ഉപഗ്രഹ സാങ്കേതിക വിദ്യയും ഒന്നുമില്ലാതിരുന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് ബർമുഡയിലെ ദുരൂഹമായ അപകടങ്ങളിലേറെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബർമുഡ മേഖലയിൽ കാന്തീയശക്തി കൂടുതലായതിനാൽ അത് വസ്തുക്കളെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ശക്തമായ ചുഴലിക്കാറ്റിലോ കാന്തീയശക്തി കൊണ്ടോ കപ്പലുകളും വിമാനങ്ങളും അപകടത്തിൽപ്പെടുന്നു. കൂടാതെ വെള്ളത്തിൻ്റെ സാന്ദ്രത കുറയ്ക്കുന്ന വൻതോതിലുള്ള മീഥേൻ ഹൈഡ്രേറ്റ് വാതക സാന്നിധ്യമാണ് നിഗൂഢതയുടെ മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.
വാതകങ്ങളുടെ സമുദ്രോപരിതലത്തിനോട് ചേർന്നുണ്ടാകുന്ന സ്ഫോടനം കാരണം കപ്പലിന് ചുറ്റും വെള്ളം വൻതോതിൽ പതഞ്ഞുയർന്നാൽ കപ്പൽ അതിവേഗം മുങ്ങുമെന്ന് പരീക്ഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. കപ്പലിൻ്റെ എഞ്ചിന് കേടുവരുത്താനും മീഥേൻ വാതകത്തിന് പല അവസ്ഥകളിൽ സാധിക്കും. വൻതോതിലുള്ള സമുദ്ര ഗതാഗതവും ശക്തമായ ഗൾഫ് സ്ട്രീം എന്ന അടിയൊഴുക്കും അടിക്കടി പ്രതികൂലമാകുന്ന കാലാവസ്ഥയും ചേരുമ്പോൾ അപകടത്തിൽപ്പെടുമ്പോൾ ഒരു തുമ്പും ശേഷിക്കാതെ കപ്പലുകൾ അപ്രത്യക്ഷമാകുന്നത് അത്ഭുതമില്ലെന്നും വാദിക്കുന്നവരുണ്ട്. കാലത്തിൻ്റെയും കലണ്ടറുകളുടെയും ശാസ്ത്രത്തിൻ്റെയും അപ്പുറത്ത് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണങ്ങൾ സംഭവങ്ങളുടെ ദുരൂഹതയും നിഗൂഢതയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാലങ്ങൾ അറുത്തുമുറിച്ച് പരിശോധിച്ചു നോക്കിയിട്ടും ഒന്നിനും ഒതുങ്ങാത്ത കുറേ സംഭവങ്ങൾ ശാസ്ത്രത്തെ നോക്കി കണ്ണിറുക്കുന്നു. 1947 ജൂൺ 25 കെന്നത്ത് ആർണോൾഡ് എന്ന പൈലറ്റ് ഇവിടെ പറക്കും തളികളെ കണ്ടുവെന്ന് റിപ്പോർട്ട് ചെയ്തത് ഏലിയൻ ഗേറ്റ്വേ ആണെന്ന വാദത്തിനും ബലമേകുന്നു. ബെർമുഡ ട്രയാങ്കിളിന് സമീപത്തായി കണ്ടെത്തിയ കൂറ്റൻ പിരമിഡാണ് പുതിയ വിസ്മയം. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ താഴെ 800 മീറ്റർ നീളവും 200 മീറ്റർ ഉയരവുമുള്ള പിരമിഡാണ് ഇവിടെ കണ്ടെത്തിയത്. പിരമിഡിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് തർക്കങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഈയിടെ കണ്ടുപിടിച്ച ഒരു പിരമിഡുകളാണ് ഏറെ കൗതുകരം. ഇവയ്ക്ക് ഈജിപ്തിലെ പിരമിഡുകളെക്കാൾ വലുപ്പമുണ്ട്. 2 പിരമിഡുകളുടെയും മുകളിലായി വലിയ ദ്വാരങ്ങളുണ്ട്. രണ്ടാമത്തെ പിരമിഡിൻ്റെ മുകളിലൂടെ സമുദ്രജലം അതിശക്തമായി ഒഴുകുന്നതായും സമുദ്രനിരപ്പിൽ നുരയും പതയും രൂപം കൊള്ളുന്നതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം പിരമിഡുകൾ തന്നെയാണോ ബർമുഡയ്ക്കും ഫ്ലോറിഡയ്ക്കും പ്ലോർട്ടോറിക്കയ്ക്കും ഇടയിലുള്ള സമുദ്രഭാഗത്തും കാണുന്നത് എന്നതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞരെ കുഴക്കുന്നത്. ആണെങ്കിൽ ഇവയ്ക്ക് കോസ്മിക് രശ്മികളെ ആഗീകരണം ചെയ്യുവാനും സമീപഭാഗത്തേക്ക് ആകർഷിക്കാനും ആവുമത്രേ. ഇതുതന്നെയാണോ വർഷങ്ങളായി കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ബർമുഡ ട്രയാങ്കിളുടെ ആകർഷണ രഹസ്യമെന്നും ശാസ്ത്രജ്ഞന്മാർ സംശയിക്കുന്നു. എന്തായാലും ആർക്കും പിടികൊടുക്കാത്ത രഹസ്യങ്ങളുടെ കലവറയുമായി ബർമുഡ ട്രയാങ്കിൾ ഇന്നും അനേകം ഗവേഷകർക്ക് പഠന വിഷയമാണ്. പോയ നൂറ്റാണ്ടിൽ അപ്രത്യക്ഷമായത് ബർമുഡയിലൂടെ യാത്ര ചെയ്ത 50ലധികം കപ്പലുകളും അതിനു മുകളിലൂടെ പറന്ന 20ലധികം വിമാനങ്ങളുമാണ്. ഇതിൽ ഭൂരിപക്ഷത്തിൻ്റെയും പൊടി പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അവശിഷ്ടങ്ങൾ കിട്ടാതെ തിരോധാനത്തിന് പിന്നിലെ ശരിയായ കാരണങ്ങൾ മനസ്സിലാക്കാനും കഴിയില്ല. കഥകൾ പലതും വിശ്വസിക്കാൻ ശാസ്ത്രം അനുവദിക്കുന്നില്ല. വ്യക്തമായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ ശാസ്ത്രവും പരാജയപ്പെടുന്നു. കാരണം എന്തു തന്നെയായാലും സത്യത്തിലേക്കുള്ള അകലം കുറഞ്ഞു വരുന്നു എന്ന് വിശ്വസിക്കാം. അതുവരെ അന്യഗ്രഹ ജീവികൾ കപ്പലും വിമാനവും തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. ശാസ്ത്രത്തിന് പിടികൊടുക്കാത്ത പ്രകൃതിയുടെ കുസൃതി എന്നോ വികൃതി എന്നോ വിളിക്കാവുന്ന പ്രതിഭാസങ്ങളിലൊന്നായി നിഗൂഢമായി തന്നെ ബർമുഡ അങ്ങനെ എന്നും നിലനിൽക്കും, അടുത്ത ഇരയും കാത്ത്.